നിങ്ങൾ നേരിട്ട് വരുവാണെങ്കിൽ പറഞ്ഞ കണക്ക് ആ വോയിസും ക്ലിപ്പുകളും കാര്യങ്ങളും എല്ലാം എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഈ വിളിച്ച് പണം ആവശ്യപ്പെട്ടതും സെറ്റിൽമെന്റ് ചോദിച്ചതും 7 വർഷത്തിന് മുമ്പ് നടന്ന കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞതും ഒരു ബന്ധമില്ലാത്ത കാര്യത്തിന് നമ്മളെ ഇതിനകത്ത് ഏറെ കയറ്റും. ഹായ് ഗായ്സ്, വീഡിയോ തുടങ്ങിയപ്പോൾ മുടിയൊക്കെ അയച്ചിട്ടു, പിന്നെ ഞാൻ കരുതി കെട്ടി വെച്ചേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മാറ്റാൻ ഭയങ്കര മടിയാണ്. പോയി ഇങ്ങനെ ഡ്രസ്സ് മാറ്റണ്ടേ. അപ്പം ഞാൻ കരുതും ഒരു ഡ്രസ്സിൽ തന്നെ 2 വീഡിയോ എടുത്താൽ എന്താ, നമ്മുടെ ഡ്രസ്സല്ലല്ലോ ഇമ്പോർട്ടൻറ്റ്, നമ്മളുടെ കണ്ടൻറ് ആണല്ലോ എന്ന മോട്ടിവേഷനിൽ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് പണ്ടല്ല. ഓക്കെ, ഫൈനലി യൂട്യൂബേഴ്സിൻ്റെ നേരെ ഒരു അലിഗേഷൻ വന്നിരിക്കുകയാണ്. ദിസ് ഈസ് റിലേറ്റഡ് ടു ഉദയഗിരിജ. ഉദയഗിരിജയുടെ ടോപ്പിക്ക് ഞാൻ ഇനി പറയേണ്ട ആവശ്യമില്ല, കാരണം എൻ്റെ ചാനലിൽ തന്നെ 2-3 വീഡിയോ ഞാൻ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ഉദയഗിരിജ ഇപ്പം എല്ലാവരും വിളിക്കുന്ന ഡാഡി ഗിരിജ എന്നാണ്. ഉദയഗിരിജയുടെ മരുമോ എന്ന് വെച്ചാൽ ഉദയഗിരിജയുടെ മോളുടെ ഭർത്താവ്, ആളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ഞാൻ ഇന്ന് രാവിലെ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം 24 മണിക്കൂർ ആകുന്നതിന് മുമ്പ് ആ പർട്ടിക്കുലർ വ്യക്തിയുമായി അല്ലെങ്കിൽ ആ വ്യക്തി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇതിൽ ഈ വ്യക്തി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ചില യൂട്യൂബേഴ്സ് ഈ വ്യക്തിയെ കോണ്ടാക്ട് ചെയ്തിട്ട് പൈസ തരാൻ പറഞ്ഞു. പൈസ തരികയാണെങ്കിൽ ഞങ്ങൾ ഈ കേസ് എന്ത് ചെയ്യാം, ഒതുക്കാം. ഇല്ലെങ്കിൽ എന്താവും, വീണ്ടും നിങ്ങളെയും നിങ്ങളുടെ ഫാമിലീൻ്റെ പേരിലും കണ്ടന്റ് ഇട്ട് നാറ്റിക്കും എന്നുള്ളത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ആ ഓഡിയോ ഫുള്ളായിട്ട് ഇരുന്നൊന്ന് കേൾക്കാം. ബോധ്യപ്പെട്ടിട്ട് പോവാം. ഓക്കെ, നിങ്ങൾ നേരിട്ട് വരുവാണെങ്കിൽ പറഞ്ഞ കണക്ക് ആ വോയിസും ക്ലിപ്പുകളും കാര്യങ്ങളും എല്ലാം എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഈ വിളിച്ച് പണം ആവശ്യപ്പെട്ടതും സെറ്റിൽമെന്റ് ചോദിച്ചതും 7 വർഷത്തിന് മുമ്പ് നടന്ന കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞതും ഒരു ബന്ധമില്ലാത്ത കാര്യത്തിന് നമ്മളെ ഇതിനകത്ത് ഏറെ കയറ്റുമെന്ന് പറഞ്ഞത് എല്ലാ വോയിസ് ക്ലിപ്പും നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. യൂട്യൂബേഴ്സ് ആണോ വിളിച്ചത്? ഓക്കെ, ഫൈൻ. ആദ്യം തന്നെ ഈ യൂട്യൂബർ ലിസ്റ്റിൽ അമിയാദാസ് ഇല്ല. അമിയാദാസിന്റെ വീഡിയോയിൽ ഒരിക്കലും എത്തിക്സ് വിട്ട് കളിക്കില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ സൂക്ഷിച്ച് നോക്കിയും കണ്ടും മാത്രമേ ഞാൻ പറയൂ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ കറക്റ്റ് ചെയ്യും. എനിക്കറിയാവുന്ന സത്യങ്ങൾ ഒക്കെ ഞാനിവിടെ വന്ന് പറയലുണ്ട്. എന്ന് വെച്ചാൽ എന്നോട് മറ്റൊരാൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ചിട്ടൊന്നും ഞാൻ പറയലില്ല. ഇപ്പം ഇത് ആരെ പറ്റിയാണ് പറയുന്നത്, എന്താ പറയുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഞാൻ പലരും പലതും അറിഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ പറയില്ല. എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയലുണ്ട്. ഞാനൊരാൾ പറഞ്ഞത് കൊണ്ടോ അല്ല അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നൊന്നും പറഞ്ഞുകൊണ്ടൊന്നും ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റിയാക്കിയൊന്നും പറയലില്ല. കാരണം ഞാനങ്ങനെ ഒരാളുമായിട്ട് വലിയ കണക്ഷൻസ് ഒന്നുമില്ല. ഞാൻ എൻ്റെ ചാനൽ, എൻ്റെ വീഡിയോ, എൻ്റെ കാര്യങ്ങളായി പോകുന്നു. അതിൽ കുറച്ച് നല്ല സൗഹൃദങ്ങളുണ്ട്. അത് സൗഹൃദപരമായ കാര്യങ്ങളിലോട്ട് പോകുന്നു. വീഡിയോ, ടോപ്പിക്, കോണ്ടാക്ട് ഈ സാധനത്തിലോട്ടൊന്നും പോയില്ല. അപ്പം ഈ പൈസ ചോദിച്ച യൂട്യൂബേഴ്സ് ലിസ്റ്റിൽ ആവില്ല. നാം ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഒരു കുട്ടി ചാനലാണല്ലോ. അപ്പൊ അന്നേരം അത് നമ്മള് അത് അവിടെ നിന്ന് നമുക്ക് മനസ്സിലായില്ല ഇത് എന്താണ്, എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഇത് ഞാൻ ചോദിക്കുന്നത് എനിക്ക് എന്റെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. പേരോ കാര്യങ്ങളൊന്നും അല്ല. യൂട്യൂബേഴ്സ് ആണ് നിങ്ങളെ വിളിച്ചിങ്ങനെ എയറിൽ കയറ്റും എന്ന് പറഞ്ഞ് സംസാരിച്ചത് യൂട്യൂബറാണ്. ഓക്കെ, ഇപ്പൊ ഫൈൻ. നിങ്ങളെ അല്ല ഞാൻ എന്റെ ക്ലാരിഫിക്കേഷൻ, എനിക്കായിട്ടൊരു ക്ലാരിഫിക്കേഷൻ വേണമല്ലോ. അല്ല, ഞാൻ നിങ്ങൾ ചാനലിൽ ഇടാനാണെങ്കിൽ ഈ ഞാൻ പറഞ്ഞ സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? നമ്മളെ വിളിച്ച് ഈ സംസാരിച്ചതും സെറ്റിൽമെന്റ് ചോദിച്ചതും ചേട്ടൻ പറഞ്ഞത് വളരെ സത്യസന്ധമായ കാര്യമാണെങ്കിൽ ചേട്ടൻ എന്ത് ചെയ്യണം, അത് പബ്ലിക്കിലോട്ട് വന്ന് പറയുകയോ അല്ലെങ്കിൽ അതിന്റെ പ്രൂഫോ കാര്യങ്ങളോ കാണിക്കണം. അല്ലാണ്ട് നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രം ഇവിടെ ഒരു തെളിവും ഇല്ലാണ്ട് വന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു വിഷയത്തെ വിശ്വസിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾ പറയുന്നൊരു കാര്യമാണ്, ഞങ്ങൾക്കെതിരെ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. വൈ നോട്ട്? നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടാൽ എന്താ പ്രശ്നം? കേസുമായി ബന്ധപ്പെട്ട്. അപ്പം നിങ്ങളെ കേസുമായി ബന്ധപ്പെട്ട് പറയാൻ പാടുള്ളതും പറയാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളുണ്ടല്ലോ. അത് വക്കീലുമായി സംസാരിച്ചിട്ട് നിങ്ങൾക്കിത് വന്ന് പറഞ്ഞുകൂടെ? നിങ്ങൾ വെറുതെ ആര് എന്ത് എങ്ങനെ പറഞ്ഞു എന്ന് പറയാണ്ട് വെറുതെ വന്ന് യൂട്യൂബർ ക്യാഷ് ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. അപ്പം നിങ്ങൾ പറയും നിങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ വിശ്വസിക്കണം എന്ന് എവിടേക്കോ ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണല്ലോ ചോദിച്ചത്. റെക്കോർഡ് ചെയ്ത് നിങ്ങൾ ഇടാൻ പോവുകയാണോ എന്നുള്ളത് എല്ലാത്തിനും തെളിവായിട്ടാണ്. തെളിവ് കഴിഞ്ഞിട്ട് എന്തുള്ളൂ? കോടതിക്ക് വരെ തെളിവാണ്. സ്ത്രീപീഡനം കൊണ്ടൊരു പെണ്ണ് ആത്മഹത്യ ചെയ്താലും കോടതി തെളിവില്ല എന്ന് പറഞ്ഞാൽ ജാമ്യം കൊടുക്കുന്ന ഒരു സിസ്റ്റം. അപ്പം പിന്നെ നമ്മളെങ്ങനെയാണ് തെളിവില്ലാണ്ട് കളിക്കുക?
വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. ഏതാ, നമ്മുടെ വ്യക്തിപരമായ ജീവിതം വെച്ച് വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. അങ്ങനാണ് ഇങ്ങനെയാണ് അവരുടെ ഫാമിലി ലൈഫ്, ഇങ്ങനെ അവരുടെ ഫാമിലി ലൈഫ് അങ്ങനെ ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ഇടാൻ തുടങ്ങിയത്. മനസ്സിലായി. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, കാരണം നമ്മൾ നിയമപരമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല യൂട്യൂബേഴ്സ് ഉണ്ട്, ഞാൻ എല്ലാവരെയും അടച്ചാഭിഷേകിക്കുമല്ല. പക്ഷെ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ കണക്ക് എല്ലാവരും നല്ല ആൾക്കാരും ഉണ്ട് ഇതിനകത്ത്, മോശപ്പെട്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല ആൾക്കാരെയും കൂടെ അത് ബാധിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? അവർക്ക് പകുതി തരാം, നിങ്ങൾക്കും പകുതി മേടിച്ചു തരാം എന്നുള്ള. ആദ്യം തന്നെ ഈ നല്ല ആൾക്കാരെങ്ങനെയാ ബാധിക്കുക എന്നുള്ള കാര്യം എനിക്കറിയില്ല. നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ 100% ഷുവർ ആണെങ്കിൽ പിന്നെ നമ്മൾ ഒരാളെയും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തത്, അങ്ങനെ ഒരു ലേഡി നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് മൈ റിക്വസ്റ്റ്, ആ പെർട്ടിക്കുലർ വ്യക്തിയുടെ പേര് നിങ്ങൾ പുറമേക്ക് കൊണ്ടുവരണം. കാരണം ഇമാതിരി ഒരു നികൃഷ്ട യൂട്യൂബർ ആരാന്നുള്ളത് അറിയാനൊരു താല്പര്യം കൊണ്ടാണ്. അത് ഇത്രയും ആയ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് പോയിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യാം, നിങ്ങളെനിക്ക് പൈസ തന്നാതി എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് ആലോചിച്ച് നോക്ക്. അവർക്ക് അവരുടെ വ്യൂവേഴ്സിനോടോ അല്ലെങ്കിൽ അവരുടെ സബ്സ്ക്രൈബേഴ്സിനോടോ അല്ലെങ്കിൽ അവർക്ക് ഈ സൊസൈറ്റീനോടോ ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത ടീമാണ്. പൈസയ്ക്ക് മാത്രം ജീവിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് ടീമാണ്. അപ്പോൾ ഈ പൈസയ്ക്ക് മാത്രം കാറ്റഗറി ഓഫ് ജീവിക്കുന്ന ഈ ടീമിനെ നമ്മളിങ്ങനെ അവരുടെ വാക്കോ അവരുടെ വീഡിയോയോ അവരുടെ കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നും വിശ്വസിക്കാൻ പാടില്ലല്ലോ. കുറേ ആൾക്കാർ അവരുടെ വീഡിയോയും കണ്ടൻറ്റും കാര്യങ്ങളും കണ്ട് ചിലപ്പോൾ നിങ്ങൾ അവിശ്വസിക്കുന്നുണ്ടാവും. അപ്പോൾ അവർ പൈസയ്ക്ക് വേണ്ടി മാത്രം പറയുന്ന ഒരു പെർട്ടിക്കുലർ ആളാണെങ്കിൽ അവരുടെ ഫേസ് ഫ്രണ്ടോട്ട് കൊണ്ടുവരിക എന്നുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ. അപ്പം ഇത്രയും പറയുന്നതിന് മുമ്പ് അത് ആരാന്നും കൂടെ ഒന്ന് പറഞ്ഞുകൂടെ? നിങ്ങൾ പറഞ്ഞത് ഞാൻ അത്രത്തോളം കോൺഫിഡൻ്റ് ആണ് എന്നാണ്. കോൺഫിഡൻ്റ് ആണെങ്കിൽ ആ പേരങ്ങ് പറയൂ. എന്തായാലും നിങ്ങളുടെ ഈ കേസിൽ ഉള്ള വ്യക്തികളൊന്നും അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പാണല്ലോ. പുറമേയുള്ള ഏതോ ഒരു യൂട്യൂബർ, അവരുടെ പേര് പറയുന്നതിന് എന്താ ഇത്ര പാട്? അവർക്ക് പകുതി തരാം, നിങ്ങൾക്കും പകുതി മേടിച്ചു തരാം എന്നുള്ള രീതിയിലുള്ള പരിപാടി സംസാരങ്ങളൊക്കെ അതിനകത്ത് നടന്നേക്കുന്നു. എന്തായാലും അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാളുടെ മുഖം ഡെഫിനറ്റ്ലി പുറത്തു വരണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. എന്നാലേ മനസ്സിലാവും ഇമാതിരി പെണ്ണുങ്ങളെ ഓർ ആണുങ്ങൾ ആരാണ് ഈ യൂട്യൂബിൽ നിൽക്കുന്നത് എന്നുള്ളത്. എന്തായാലും വിഷയങ്ങൾ ഇങ്ങനെ ഗുരുതരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. വേർ ഈസ് ഓപ്പോസിറ്റുള്ള ആൾക്കാർ, ഡാഡി ഗിരിജ എല്ലാവരും ഇവിടെ എന്ന കാര്യത്തെക്കുറിച്ച് നമുക്കറിയില്ല. പക്ഷെ പല പേഴ്സ്പെക്റ്റീവിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിലും വെറൈറ്റി ആയിട്ടുള്ള ഇവരുമായിട്ടോ വേറെ ആരെങ്കിലുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടാറ്റാ.